ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ കുറച്ച് കാലത്തെ ഇഷ്ടംപോലെ ടീസേഴ്സിന് ശേഷം MG അവരുടെ പുതിയ വിൻസർ എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൈസൊക്കെ നമുക്കിപ്പോൾ അറിയാം. ആൻഡ് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു 9.99 ലാക്സിന് സ്റ്റാർട്ടിംഗ് പ്രൈസിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. മാത്രമല്ല സൈസ് കൊണ്ടൊക്കെ നമ്മുടെ നെക്സോൺ EV വലുതാണെങ്കിലും അതിനേക്കാൾ കുറഞ്ഞ ഒരു പ്രൈസ് പോയിന്റിലാണ് MG ഈ വാഹനം പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഡയമെൻഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 4.3 മീറ്റേഴ്സിന് തൊട്ട് താഴത്തായിട്ടാണ് ഇതിൻ്റെ ലെങ്ത് നിൽക്കുന്നത്. 2.7 മീറ്റേഴ്സ് ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ്. ഈ പ്രൈസ് പോയിന്റ് എന്നല്ല, ഇതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഈവൻ നമ്മൾ അബവ് 4 മീറ്റർ കോമ്പാക്ട് SUVs എടുക്കുകയാണെങ്കിൽ പോലും 2.6 to 2.65 മീറ്റേഴ്സ് വരെയാണ് അതിനൊക്കെ മാക്സിമം വീൽ ബേസ് വരുന്നത്. ഈ വണ്ടിക്ക് ആ സമയത്താണ് 2.7 മീറ്റേഴ്സ് വരെ വീൽ ബേസ് ഉള്ളത്. അതായത് അകത്തെ ക്യാബിൻ സ്പേസിൻ്റെ മാനേജ്മെൻറ്റിൽ ഒരു തർക്കവും ഇല്ല. ഈ വാഹനം വളരെ നല്ലതാണ് എന്ന് പറയാം. എന്തായാലും നമുക്ക് ആദ്യം ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു കൺവെൻഷണൽ EVയുടെ ഡിസൈൻ എന്ന് വെച്ചാൽ നമുക്കൊരു പെട്രോൾ വണ്ടി ഇലക്ട്രിക്കലൊക്കെ കൺവേർട്ട് ചെയ്തൊരു ഡിസൈൻ അല്ല ഇവിടെ കിട്ടുന്നത്. മൊത്തം ക്ലോസ്ഡ് ഓഫ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഗ്രില്ലോ സംഭവങ്ങളൊന്നും ഡിസൈന് കൊടുക്കാൻ വേണ്ടി ഇവർ കൊടുത്തിട്ടൊന്നുമില്ല. കാരണം ഇതൊരു ഗ്രൗണ്ട് സ്റ്റെപ്പ് EV ആണ്. സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിലാണ് ഈ വാഹനം ബേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് LED ഹെഡ്ലാംപ്സ് ആണ് ഈ വാഹനത്തിനകത്ത് കിട്ടുന്നത്. മോറിസ് ഗരാജസ് എന്ന് പറഞ്ഞവരവിടെ ഹെഡ്ലാംപ്സ് കണക്ട് ചെയ്യുന്ന ഒരു ബ്ലാക്ക് എലമെൻറ്റിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ MGയുടെ ബാഡ്ജിങ് അതിന് തൊട്ട് മുകളിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് DRLs മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അതും കണക്റ്റഡ് DRLs ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അതിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഇനി സൈഡ് പ്രൊഫൈലിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ വാഹനത്തിൻ്റെ ഒരു ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ അടുത്ത് വന്ന കർവിലും അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന XUV 700 ഉണ്ടായിരുന്ന പോലത്തെ ഡോർ ഹാൻഡിൽസ് ആണ് ഇവർ ഈ ഒരു പ്രൈസ് പോയിന്റ് ഈ വാഹനത്തിനും കൊടുത്തിരിക്കുന്നത്. പിന്നെ 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. പൊതുവേ നമ്മളിങ്ങനെ ഈ സെഗ്മെൻറ്റിൽ കാണാത്തതാണ്. എന്നാലും ഇതിൻ്റെ അകത്ത് നല്ല വലുപ്പമുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. കൈൻഡ് ഓഫ് ഒരു എയറോ ഡിസൈൻ വരുന്ന അലോയ് വീൽസ് ആണ് EVസിലൊക്കെ നമ്മളിപ്പോൾ കാണുന്ന പോലെ. പിന്നെ നമുക്കതിൻ്റെ ഡോറിൻ്റെ ഒക്കെ അത്യാവശ്യം സൈസ് വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു ക്ലാഡിംഗ് പോലെ അവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. മിറേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, ഡെഫിനറ്റ്ലി ഫോൾഡ് ചെയ്യാം. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് അവിടെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു പോർഷനിൽ ഫ്രണ്ടിൽ ഫെൻട്രലായിട്ടാണ് നമുക്ക് ചാർജിങ് പോയിന്റ് അവർ മൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴേക്കും ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അവിടെ മൊത്തത്തിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ഗ്ലാസ് ഏരിയ മൊത്തം വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇതിനകത്ത് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് അവൈലബിൾ ആണ്. അതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന രീതിയിലുള്ളൊരു ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് LED ആണ് ഇതിൻ്റെ ടെയിൽ ലാംപ്സ് മൊത്തമായിട്ട് വരുന്നത്. ഒരു സ്പോയിലർ റൂഫിലായിട്ട് അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെ നോക്കുമ്പം കുറച്ച് ഒരു കോക്കി ആയിട്ടുള്ള ഓർ മേ ബി ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പറയാത്ത തരത്തിലുള്ള ഒരു സ്റ്റൈലിംഗ് ക്യൂസൊക്കെയാണ് അവർ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ സ്റ്റൈലിംഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നമുക്ക് ബാക്കിൽ MGയുടെ ബാഡ്ജിങ്ങും അതുപോലെ വിൻസോറിയുടെ ലോഗോ സംഭവങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണെങ്കിൽ പോലും മാസീവ് ആണ്. 604 ലിറ്റേഴ്സ് ആണ് നമുക്ക് ഈ വാഹനത്തിൽ ബൂട്ട് സ്പേസ് കിട്ടുന്നത്. എഗെയിൻ ഈ സെഗ്മെൻ്റ് എന്നല്ല, ഇതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ എടുത്താൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മാസീവ് ബൂട്ട് സ്പേസ് നമ്പേഴ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ക്യാബിൻ സ്പേസ് മാത്രമല്ല, ബൂട്ട് സ്പേസും ഇവർ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട്. ക്യാബിൻ സ്പേസ് ഞാൻ വൈകാതെ കാണിച്ചു തരാം. നമുക്ക് നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. എന്തായാലും അതിന് മുന്നേ ഇൻറ്റീരിയേഴ്സിലേക്ക് പോവാം. ഡാഷ്ബോർഡ് ലേഔട്ട് ഇതിൻ്റെ അത്യാവശ്യം ഒരു മോഡേൺ ടെക്നോളജിയൊക്കെ വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ലേഔട്ട് എടുക്കുകയാണെങ്കിൽ ഡ്യുവൽ ടോൺ ക്യാബിൻ ആണ് എന്ന് കൈൻഡ് ഓഫ് പറയാം. കാരണം മെയിൻ ലേഔട്ട് വരുന്നത് ബ്ലാക്ക് ആണ് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ പാർട്സൊക്കെ. പക്ഷേ അതിൻ്റെ അകത്തൊരു ചെറിയ വുഡൻ ട്രിം പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റൂഫ് ലൈനിങ് മെറ്റീരിയലും റൂഫിൻ്റെ ഒരു പോർഷൻസ് എല്ലാം തന്നെ നമുക്ക് വൈറ്റ് ഓർ മേ ബി ബേസ് കളറിലാണ് വരുന്നതെന്ന് പറയാം. അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഡോർ പാഡ്സിൽ കുറച്ച് സിൽവർ അഡീഷണൽ എലമെൻറ്റ്സ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഡാഷ്ബോർഡിൽ ഒരുപാട് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ വെച്ച് നമുക്ക് നല്ലൊരു പ്രീമിയം ഫിനിഷാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിലും 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നമ്മുടെ വൂളിങ്ങിൻ്റെ എയർ EV എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് നമുക്ക് MG കോമറ്റ് ആയിട്ട് കിട്ടിയത്. ഇത് വൂളിങ്ങിൻ്റെ തന്നെ ക്ലൗഡ് EV എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്തോനേഷ്യയിലൊക്കെ വരുന്നൊരു വാഹനമാണ് നമുക്കിപ്പോൾ ഇവിടെ ഇവരുടെ വിൻസോർ EV ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് കോമറ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ നമുക്ക് ചിലപ്പോൾ ഇവിടെ തോന്നും. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് 7.8 ഇഞ്ചും ഇൻഫോടൈം സിസ്റ്റം വരുന്നത് 15.4 ഇഞ്ചും ആണ്. ഈ ചെറിയ വാഹനത്തിൽ ഇത്രയും വലിയ സ്ക്രീൻ എന്തിനാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇവർ കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നമുക്കൊരു TV ഒക്കെ കാണുന്ന പോലെ ഇരുന്ന് കാണാമകത്ത്. എന്തായാലും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള AC കൺട്രോൾസ് ആണ് വരുന്നത്. ഓട്ടോ AC അവൈലബിൾ ആണ്. അത് അതിൻ്റെ അകത്ത് തന്നെ അവർ കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ സെൻറ്റർ കൺസോൾ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ വളരെ ഗ്രാൻഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും നമ്മുടെ ആംബിയൻ ലൈറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോകുന്നുണ്ട്. പിന്നെ സാധാരണ സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിലുള്ള വണ്ടികൾ കാണുന്ന പോലെ മുകളിലൊരു പ്ലാറ്റ്ഫോം, അതിൻ്റെ താഴത്ത് വേറൊരു പ്ലാറ്റ്ഫോം, അവിടെ നമുക്ക് സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ വണ്ടിയിൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു ആംറസ്റ്റിൻ്റെ താഴത്തെ ഒരു പോർഷൻ ഓപ്പൺ ആയിട്ട് തന്നെ വയർലെസ് ചാർജറിൻ്റെ ഒരു സോക്കറ്റ് അവൈലബിൾ ആണ്. പിന്നെ ആംറസ്റ്റ് ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റർ കൺസോൾ ഏരിയ നല്ല പ്രീമിയം ആയിട്ടാണ് ഇരിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 9 സ്പീക്കർ ഇൻഫിനിറ്റിയുടെ ഓഡിയോ സിസ്റ്റം ആണ് കിട്ടുന്നത്. 4 സ്പീക്കേഴ്സ്, 4 ട്വീറ്റേഴ്സ്, ഒരു സബ് വൂഫർ എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺഫിഗറേഷൻ വരുന്നത്. നല്ല സ്പീക്കേഴ്സിൻ്റെ സിസ്റ്റം ആയിരിക്കും ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ.
അതുപോലെ വലിയൊരു പാനറോമിക് ഗ്ലാസ് റൂഫാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇത് ഗ്ലാസ് മാത്രമേ ഉള്ളൂ, ഓപ്പൺ ആവില്ല. എന്ന് വെച്ചാൽ സൺറൂഫ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്യാബിൻ ലൈറ്റ് നമുക്ക് നന്നായിട്ട് അകത്തേക്ക് കിട്ടും. ആക്ച്വലി ഇതാണ് വേണ്ടത്. കാരണം നമുക്ക് ഈ സൺറൂഫൊക്കെ വരികയാണെങ്കിൽ കുറേ പേര് ചുമ്മാ പുറത്ത് തുറന്നിട്ട് തലപ്പുറത്തേക്കൊക്കെ ഇടുക. പിന്നെ അങ്ങനെ തുറക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പൊടി അകത്തേക്ക് വണ്ടിയുടെ കയറും. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഗ്ലാസ് റൂഫ് ആണെങ്കിൽ പിന്നെ തുറക്കണ്ട, ആ ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മുടെ വയർലെസ് ചാർജിങ് പാഡ് ഫ്രണ്ടിൽ വരുന്നത് ഇവിടെയാണ്. രണ്ട് സൈഡിലും ഇല്ല, ഒറ്റ സൈഡിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇൻഫോടൈം സിസ്റ്റത്തിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാപ്പിൾ എല്ലാത്തിനും സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ എ സിയുടെ ടെമ്പറേച്ചറൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ പറ്റും. നമുക്ക് ഫിസിക്കലായിട്ടുള്ളൊരു കൺട്രോൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഡ്രൈവറിൻ്റെ സീറ്റ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ MG പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ സീറ്റ്സിൽ വെന്റിലേഷൻ ഫംഗ്ഷൻ ഉണ്ട്, അതായത് നമുക്ക് സീറ്റ്സ് കൂൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് 360° ക്യാമറ അവൈലബിൾ ആണ്. അതുപോലെ AC വെൻസിൻ്റെ ഡിസൈനൊക്കെ കാണാം. ഒരു ബ്ലാക്ക് പാനലിനകത്ത് മൊത്തത്തിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കണ്ടാൽ പെട്ടെന്ന് AC വെൻസ് ആണ് എന്ന് എടുത്ത് നിൽക്കുന്നൊന്നുമില്ല. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കേസിലും യാതൊരു കോംപ്രമൈസും ഇല്ല. 6 എയർ ബാഗ്സ്, ESP, ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം അതുമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റ്സിലേക്ക് വരാം. ഞാൻ ഫ്രണ്ടിലത്തെ സീറ്റ്സിൻ്റെ ഫോട്ടോ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് നമ്മുടെ റിയർ സീറ്റ്സ് വരുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു സോഫയിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഫീലാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇതൊരു ലെതറൈറ്റ് ഫിനിഷ് പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് എല്ലാ പാസഞ്ചേഴ്സിനും അവൈലബിൾ ആണ്. നടുവിലും ഹെഡ് റെസ്റ്റ് ഉണ്ട്, അതായത് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ നമുക്ക് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ആംറസ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ ഈ സീറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്കിലത്തെ സീറ്റ് നമുക്ക് 135 ഡിഗ്രീസ് വരെ റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. പൊതുവേ ഈ സെഗ്മെൻറ്റിൽ അങ്ങനെ റിക്ലൈനിങ് സീറ്റ്സ് ഉള്ള വണ്ടികളൊന്നും ഇല്ല. ഇനിയിപ്പോൾ റിക്ലൈൻ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വണ്ടിയിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ ബാക്കിലത്തെ സീറ്റ്സ് റിക്ലൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്രണ്ടിലത്തെ സീറ്റ്സ് റിക്ലൈൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് അവിടെ നല്ല സുഖമായിട്ടിരിക്കാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ക്യാബിന് അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇത് മാർക്കറ്റ് ചെയ്യുന്നതും ഒരു ലക്ഷറി വണ്ടി പോലെ തന്നെയാണ്. നല്ലൊരു ഫാമിലി വാഹനം, അതായത് CUV എന്നാണ് വിളിക്കുന്നത്, ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ. ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് മാനേജ്മെൻറ്റ് അവർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇനി അടുത്തതായി ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലേക്ക് വരികയാണെങ്കിൽ MG ഒരു 38 kWh ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല റേഞ്ച് നമുക്ക് ഇതിനകത്ത് നിന്ന് റിയൽ ലൈഫിൽ കിട്ടും. 331 കിലോമീറ്റേഴ്സ് ആണ് ക്ലെയിംഡ് റേഞ്ച് വരുന്നത്. അതുപോലെ 136 bhp 200 Nm ടോർക്കൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റം അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ബാറ്ററിയുടെ കൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ ഇവർ സ്റ്റാർട്ടിങ് പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഉണ്ടല്ലോ 9.99 lakhs, അത് ഇതിൻ്റെ ബാറ്ററി പാക്ക് ഇൻക്ലൂഡഡ് അല്ലാത്ത പ്രൈസാണ്. പൊതുവെ എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങൾ കുറ്റം പറയുന്നത് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 വർഷം കഴിയുമ്പോൾ ബാറ്ററി എങ്ങാനും അടിച്ചു പോയി കഴിഞ്ഞാൽ അത് മാറ്റണ്ടേ, അതിന് ഭയങ്കര പ്രൈസ് ആവില്ലേ, അപ്പോൾ നമ്മൾ ഈ ഒരു കൊടുക്കുന്ന എമൗണ്ട് വലിയൊരു ഗുണമില്ലാത്ത അവസ്ഥയാവുമല്ലോ എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് MG അഡീഷണൽ ആയിട്ടൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ബേസിസിലാണ് ഈ പരിപാടി ചെയ്യുന്നത്. അതായത് നമ്മൾ ബാറ്ററി പാക്ക് വണ്ടിയുടെ കൂടെ എന്ന് വെച്ചാൽ വണ്ടിയുടെ കൂടെ ബാറ്ററി പാക്ക് കിട്ടും. പക്ഷേ അത് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ 3.5 rupees per kilometers ആണ് MG അതിന് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് പോയിന്റിൽ വണ്ടി വാങ്ങാനും പറ്റും. ഇനി ബാറ്ററി പാക്കിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷനും വേണ്ട. നിങ്ങളുടെ ബാറ്ററി പാക്കിന് എന്ത് പറ്റിയാലും ഒരു കുഴപ്പമില്ല. കാരണം അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും റീപ്ലേസ് ആയി കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് വാറണ്ടി ഒക്കെയാണ് അവർ പറയുന്നത്. അതുപോലെ 3 yearsനുള്ളിൽ നിങ്ങൾ വണ്ടി വിൽക്കുകയാണെങ്കിൽ 60% റീസെയിൽ വാല്യൂ ഓഫർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഹാസിൽ ഫ്രീ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഉറപ്പായിട്ടും EV കാറ്റഗറിയിൽ ഈ വാഹനം കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ഓണർ ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. വണ്ടി ഇപ്പോൾ നിങ്ങൾ ഇൻ കേസ് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഓണർ അതുപോലെ അത് കഴിഞ്ഞ് വരുന്ന ഓണേഴ്സിനെല്ലാം 8 years or 1.6 lakh കിലോമീറ്റേഴ്സിൻ്റെ വാറണ്ടി ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ ഈ വണ്ടിയുടെ ബാറ്ററി പാക്ക് നിങ്ങൾ എപ്പോഴും 1500 കിലോമീറ്റേഴ്സിനെങ്കിലും റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അതായത് അത്രയും ബാലൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാവണം. അതിൽ കുറവ് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ 5250 രൂപയുടെ അടുത്താണ് അതിന് ചാർജ് വരുന്നത്. അല്ലാതെ നമുക്കത് ഒരുപാട് താഴേക്ക് എത്തിച്ചിട്ട് പിന്നെ ഇപ്പോൾ എനിക്ക് അടുത്ത ചായക്കട വരെ പോകണം, അതുകൊണ്ട് 10 കിലോമീറ്റേഴ്സിന് റീചാർജ് ചെയ്തേക്കാന്ന് പറഞ്ഞ് 35 രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ MGയുടെ ഈ ഹബ്ബിൽ പോയി നിങ്ങൾ ഈ വാഹനം ചാർജ് ചെയ്യുകയാണെങ്കിൽ 1 വർഷത്തേക്ക് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഫ്രീ ആയിരിക്കും. 50 kWh വരെയാണ് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നത്. അതായത് നമുക്ക് 0 to 80% 50 minutesനുള്ളിൽ എത്തും. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ MG വിൻസർ EVയുടെ പുതിയ അപ്ഡേറ്റ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.